ലീഡ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമായിരുന്നില്ല. ലീഡ് ചെയ്യുന്നത് ഭയങ്കര ഉത്തരവാദിത്വമാണ് ഇപ്പോഴും. അത് വലിയൊരു പണിയാണ്. ഇനിയും അങ്ങനെ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എന്റെ ആഗ്രഹവും ഇല്ല. സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല അങ്ങനത്തെ കാര്യം. ഈ നായിക ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമല്ല എൻ്റെ അടുത്ത് ഉണ്ടായത്. എന്തായാലും കിട്ടും തോന്നുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഈ സിനിമയിലാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, ഭയങ്കര എന്താണ് ഇബിലീസിലൊക്കെ കണ്ട പോലെ വേറൊരു പാറ്റേൺ ഓഫ് സാധനം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? ഈ ഡ്രസ്സും ഭയങ്കര രസമായിരുന്നു. ഇതല്ല, ഇത് പറയാൻ പറ്റില്ല. സാധാരണ ഒരു നോർമൽ ഒരു പ്രണയകഥയാണ് പറയുന്നത്. പക്ഷെ രതീഷ് പൊതുവാളാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ കുറച്ച് വഴിക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഇതില് പിന്നെ കൊർക്കിനെസ്സും വാൾ ബ്രേക്കിങ്ങും അങ്ങനെ സിനിമാറ്റിക് ടെക്നിക്കുകൾ കുറെ ഉണ്ട്. ചില സമയത്ത് അതങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ അല്ലാത്ത വളരെ ഈസി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കനത്തിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ്. അപ്പൊ കാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കാസ്റ്റ് ചെയ്തതല്ലേ ശരിക്കും, ആളും കാസ്റ്റ് ചെയ്തപ്പെട്ടതാണ്. അപ്പൊ അന്ന് കൊടുത്ത എന്തൊക്കെയാണ്? അന്ന് ഇഷ്ടപ്പെടുത്താനല്ലോ, അഭിനയിച്ച് എന്തെങ്കിലും പറഞ്ഞു. എനിക്കിങ്ങനെ എന്റെ ടിക്ടോക്ക് ചെയ്ത് പരിചയമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പം അതിനെന്തൊക്കെ എഫേർട്ട് എടുത്തു? കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന നിലയിൽ എന്തൊക്കെ നോക്കും ഒരാളില്? അല്ല ഞാൻ ചിത്രയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചിത്രയുടെ പിന്നെ ഒരു ശൈലി, സംസാര ശൈലിയൊക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു അന്ന്. പിന്നെ പാട്ട് പാടുന്ന രീതി, പിന്നെ കുട്ടികളോട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷിന് നോക്കുന്ന സീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു സ്റ്റൈലൊക്കെ ഞങ്ങൾക്ക് വർക്കായിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ 3 പേരുണ്ടായിരുന്നു. അതിൽ അവസാനം രതീഷന്റെ കോളാണ് ചിത്രനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ പാട്ട് പാടുന്ന ശൈലിയും സംസാര ശൈലിയൊക്കെയാണ് ചിത്രനെ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഒരാൾക്കാരുടെ സാധാരണ പുള്ളി അങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. രതീഷേട്ടന് മറ്റേ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ഫേസുകളൊക്കെയാണ് പുള്ളി അങ്ങനെ നോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക. പിന്നെ പുള്ളി ബാക്കി ചെയ്തോളൂ. എന്റെ ജോലി അത്രമാത്രമാണ്. ഫീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ്. നമുക്ക് ആ സിനിമയിൽ മൊത്തത്തിൽ നോക്കുകയാണ്. ഇപ്പൊ ഇറങ്ങി പോകുന്നതിന്റെ ട്രെയിലറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. എന്തൊക്കെയായിരുന്നു ഇവിടെ പിടിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങൾ? ഞാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ഓഡിഷന്റെ ടൈമിൽ അങ്ങോട്ട് പോയിന്നില്ല. ശരിക്കും അവിടെ ഒരു ആളായിട്ട് വേറൊരാളായിട്ടൊക്കെ വിട്ട് അഭിനയിച്ച് തീർക്കായിരുന്നു. ഇല്ല, ഇല്ല. അവിടെ നാട്ടുകാരെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെങ്ങനെ സംസാരിക്കുന്നത്, അവരെങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ചിത്രക്ക് ഇങ്ങനത്തെ ഒരു സീൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ചിത്രക്ക് തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് കുറച്ച് മനസ്സിലാവും. ഇയാള് ഇനി ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വരുമായിരിക്കും എന്നൊക്കെയാണ് നമുക്ക് അന്ന് തോന്നും. നമ്മുടെ ഒരു ഐഡിയ നമ്മളിങ്ങനെ അങ്ങനെ തോന്നിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ശരിയാവാം, തെറ്റാവാം. പക്ഷെ ചിലപ്പോഴൊക്കെ ശരിയാവും. അങ്ങനെ ശരിയായതൊന്നാണ് ഓക്കെ. എനിക്ക് മറ്റേ നമ്മുടെ ജീവിതത്തിന്റെ ടൈം ലൈനിലേക്ക് പോവുകയാണെങ്കിൽ എന്നാണ് ശരിക്കും എന്നെ ഒരു നായകൻ അല്ലെങ്കിൽ നായിക എല്ലാവരും അഭിനയം ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം ആരും നായികനായിട്ട് കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരും നായകനോ നായികയായിട്ട് ജനിക്കുന്നത്. അപ്പൊ എന്നാണ് ആ ടൈമില് നമ്മൾ കണ്ടോണ്ടിരുന്നത്? എന്നാ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു? ഞാനൊരു ദിവസം എനിക്കില്ലായിരുന്നു. ഞാൻ എന്നെ നായകനായിട്ട് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്റെ അത്രയും വീടായിട്ടുള്ള സ്വപ്നത്തിൽ പോലും ഇല്ല. ഞാൻ അഭിനയം അങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു. അതിന് എന്താ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ ഈ അഭിനയിച്ച് തുടങ്ങിയപ്പോഴൊക്കെ നല്ല റോളുകൾ ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് എന്റെ മാക്സിമം എടുത്തു പോയിട്ടുള്ളത്. ലീഡ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമായിരുന്നില്ല. ലീഡ് ചെയ്യുന്നത് ഭയങ്കര ഉത്തരവാദിത്വമാണ് ഇപ്പോഴും. അത് വലിയൊരു പണിയാണ്. ഇനിയും അങ്ങനെ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എന്റെ ആഗ്രഹവും ഇല്ല. ഇവിടെ ആണെങ്കിലോ എന്റെ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല അങ്ങനത്തെ കാര്യം. ഈ നായികയല്ലേ ചോദിച്ചേ? നായിക ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമല്ല എൻ്റെ
എൻ്റെ അടുത്ത് ഉണ്ടായത് എന്തായാലും കിട്ടും തോന്നുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. സത്യം ഇത് രാജേട്ടൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിനിമയിൽ അങ്ങ് അതാ കുന്തം പിടിച്ചിരിക്കുന്ന ആളാണെന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് നടന്മാര് നടിമാരെല്ലാം ഉണ്ട്, അവരിൽ ആക്ടിങ് എല്ലാം നേരിട്ട് കണ്ടാൽ മതി എന്നെല്ലാം ഉണ്ട്. പിന്നെ വിചാരിച്ചു പിന്നെ ഏതെങ്കിലും നല്ല സിനിമേന്റെ പാട്ടായിട്ട് ഇത് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സിനിമയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ചിത്ര അഭിനയിച്ച സിനിമയിൽ അതിലുണ്ടായിരുന്നല്ലേ എന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ പറയിപ്പിക്കണം എന്നുണ്ടായിരുന്നു, അത് സുമലതയിലൂടെ സാധിച്ചു. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് 3 ടൈം ലൈൻ കാണുന്നുണ്ട്. ഏതെങ്കിലും ടൈം ലൈൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്കിംഗ് പോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? തേർഡ് വേൾഡ് ബ്രേക്കിംഗ് ഒക്കെ മറ്റേ വേറെ രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ടൈം ലൈനിൽ അങ്ങനെ ഒരു ഡിബേറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൈം ട്രാവൽ പരിപാടികളല്ല അത്. കഥ പറയുന്നതിന്റെ അടുത്ത് ഒന്ന് മുറിച്ച് അതിലേക്കൊന്ന് പോയി വരുന്നു എന്നുള്ളതാ. ഈ ഇതില് പിന്നെ കൊർക്കിനസും വാൾ ബ്രേക്കിങ്ങും അങ്ങനെ സിനിമാറ്റിക് ടെക്നിക്കുകൾ കുറേ ഉണ്ട് ചില സമയത്ത്. അതങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ അല്ലാത്ത വളരെ ഈസി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കനത്തിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ഈ രതീഷ് ചേട്ടന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹം എഴുതുന്ന അല്ലെങ്കിൽ സിനിമയായിട്ട് വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അദ്ദേഹം പെർഫോം ചെയ്തെടുക്കുന്നത്. അത് ശരിക്കും എങ്ങനെ അത് എഴുതി വെക്കുന്നതാണോ അതെനിക്ക് അറിയില്ല. നിങ്ങൾ വായിച്ചവരായതുകൊണ്ട് പറയണം, പെർഫോമൻസിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ്. എന്താണ് എഴുതി വെക്കുന്നത് തന്നെയാണ്. അത് പെർഫോം ചെയ്തെടുക്കാൻ പുള്ളിക്ക് അറിയാന്നുള്ളതാണ് അതിന്റെ കാര്യം. എല്ലാം എഴുതി വെക്കുന്നത് തന്നെയാണ്. ഇപ്പം എൻ്റെ നോവൽ ഞാൻ മറ്റേ കനകത്തിലൊക്കെ പറഞ്ഞിരുന്ന ആ നോവൽ പോർഷൻ അതെല്ലാവരും ചോദിച്ചിട്ടുണ്ട് വേറെ എവിടെ നിന്ന് എടുത്താണോ. അല്ല, അത് രതീഷേട്ടൻ ധാരായിട്ട് എഴുതും. ഇങ്ങനെ പുള്ളി എഴുതുന്നതാണ്. വളരെ അങ്ങനെ ഭയങ്കര സ്പീഡിൽ എഴുതാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനാണ് പുള്ളി. ശരി, അതെങ്ങനെയാണെന്ന് അറിയില്ല. ചില മൂഡിലാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊരു സിനിമയുടെ 3/4 ഭാഗമൊക്കെ തീർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എഴുത്ത് രീതിയാണ് രതീഷേട്ടൻ്റെ. ഇരുന്നങ്ങ് എഴുതി പിടിപ്പിക്കുന്ന എല്ലാ ഡയലോഗും എഴുതിയത് തന്നെയാണ് പറയുന്നത്. എഴുതിയ റിട്ടേൺ ഡയലോഗ്സ് ആണ് എല്ലാം. പക്ഷെ അതിന് നമ്മൾ ആൾക്കാർ വരുമ്പോൾ അവരുടേതായിട്ടുള്ള ചെറിയ രീതിയിലേക്ക് മാറും അത്ര. എനിക്ക് കാസർഗോഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് കിക്കാകുന്ന സാധനം അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ സ്റ്റൈലിങ്ങിലെ വേറൊരു മൂഡ്. അവരുടെ ഡ്രസ്സ് കളർ ചൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ആണ് ചിലപ്പോൾ ഇടുന്നത്. ഈ സിനിമയിലാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര എന്താണ് ഇബിലീസിലൊക്കെ കണ്ട പോലെ ഒരു വേറൊരു പാറ്റേൺ ഓഫ് സാധനം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഈ ഡ്രസ്സ് ഭയങ്കര രസമായിട്ടുണ്ടോ? ഇതല്ലേ പറയാൻ പറ്റില്ല. അത് ഈ ഡ്രസ്സൊക്കെ ഇത് രതീഷേട്ടൻ്റെ ഒരു സ്റ്റൈലാ. അത് ആദ്യത്തെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം കഴിഞ്ഞിട്ട് കനകത്തിൽ മുതൽ പുള്ളി മറ്റേ കോസ്റ്റ്യൂമിലൊക്കെ ഭയങ്കര സ്പെസിഫിക് ആണ്. എന്താ ഹോട്ടലിന്റെ പാറ്റേൺ തന്നെ വേണം, ഇവരുടെ ഡ്രസ്സിനും ആ കളറിൽ വേണം ഇവരും വരാൻ എന്നൊക്കെ ഉള്ളതൊക്കെ അത് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിന് സ്റ്റൈലൊക്കെ ഇവര് നന്നായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതിൽ ഭയങ്കര ഇരുന്ന് ഡിസൈൻ ചെയ്തെടുത്ത സാധനങ്ങളാണ് ഇവരുടെ ഡ്രസ്സുകളൊക്കെ. സുരേഷിന്റെ സുമലതയുടെ ഡ്രസ്സുകളൊക്കെ ഓരോന്നിനും ഓരോരോ ഇനിയും കുറച്ച് ഐറ്റങ്ങളും കൂടി ഉണ്ട് അതിൽ വരാൻ. ആണല്ലേ? അതെ, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ലിജിയും ഒക്കെയാണ് ഇതിന്റെ പിന്നെ കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കണ്ടോണ്ടെന്ന് പറഞ്ഞു ഇത് അങ്ങനെ ഒരു ലവ് ട്രാക്ക് മാത്രമായിരിക്കും, എന്തെങ്കിലും ഒരു സാധനമാണ്. അദ്ദേഹത്തിന്റെ പടത്തിലെല്ലാം ഒരു സോഷ്യൽ അല്ലെങ്കിൽ പുള്ളിയുടെ കമ്മിറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റും സിനിമയില്. അപ്പൊ അത്തരത്തിലൊരു സാധനം കൂടെ പ്രതീക്ഷിക്കാം എന്നാണോ പറഞ്ഞതിന്റെ അല്ലേ? പ്രതീക്ഷിക്കാം. അതെ, പുള്ളി സാധാരണ ഒരു നോർമൽ ഒരു പ്രണയകഥയാണ് പറയുന്നത്. പക്ഷെ രതീഷ് പൊതുവാളാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ കുറച്ച് വഴിക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഏത് വർഷമായിരുന്നു, ഏത് ടൈം ലൈൻ ആയിരുന്നു? 60s നല്ല രസമായിരുന്നു. ഇനി നമുക്ക് അങ്ങനെ ആംബിയൻസിലേക്ക് പോകുന്നത് ഭയങ്കര. ഞങ്ങള് 60s എന്ന് പറയുമ്പോ അവിടെ മൊത്തം വേറെ രീതിയിലാണ് 60s ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ഗ്രേ സ്കെയിലാണ് അവിടെ മൊത്തം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോ തന്നെ മറ്റേ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്. അവിടെ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ ആ ആംബിയൻസിലേക്ക് എത്തുമ്പോ നമുക്ക് എന്തോ പഴയ പാട്ടുകളൊക്കെ വരും. അതുകൊണ്ട്
അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അത് പിന്നെ നല്ല ഭയങ്കര ഇവൾ പറഞ്ഞ ആ സംഭവബലമായ ആ സ്ഥലം ചോറക്കറി ഉണ്ടാക്കുന്നത് നാളെ സിനിമ ചെയ്യുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. കഴിയുമ്പോൾ പോണം അവിടെ. എവിടെയാണ്? ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് കടലും. സ്ഥല ലൊക്കേഷൻ വലിയ പറമ്പ, പയ്യന്നൂര് വലിയ പറമ്പ. അത് ട്യൂബാണ്, അത് താഴ്ന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കടലിന്റെ ഇടയിലേക്ക് പോകും. അതിന് മുമ്പ് അവിടേക്ക് പോയി വരണം. പ്രകൃതി ലോല എന്ത് പ്രദേശം, കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടാണ് അതിന്റെ ടൈറ്റില്. ഇത് പറഞ്ഞൊപ്പിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ടൈറ്റില്? നമ്മുടെ പ്രണയകഥ ആയതുകൊണ്ടായിരിക്കുമല്ലേ. പിന്നെ ഡയറക്ട്ലി പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നാണ് ഞങ്ങളുടെ ഡയറക്ടർ. അതുകൊണ്ട് ഇതല്ല നിനക്കോളം വലിയ പേരുകൾ പേരിന്റെ ഒരു വലിപ്പമുണ്ടല്ലോ, വലിപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ, ഇതങ്ങനെയാണ്, ആ കഥ അതന്നെയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിന്നൊക്കെ പറയേണ്ടി വരും. എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം അദ്ദേഹത്തിന്റെ പടം ഒന്നാമത്തെ സംഭവം. പിന്നെ നിങ്ങളുടെ പ്രണയം അത്രമാത്രം ആളുകൾക്ക് വർക്കുമായിട്ടുണ്ട്. ആ ഒരു കനം ഉണ്ടായിരുന്നു ശരിക്കും തലയ്ക്ക്. മീൻസ് ഇത് ചെയ്ത് വർക്കാക്കേണ്ട ചുമതലകളുണ്ടല്ലോ. ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ട്. സ്ക്രിപ്റ്റില് എനിക്ക് നല്ലോണം ടെൻഷന്റെ ആളാ. എങ്ങനെ ഇതൊക്കെ കവർ ചെയ്തെടുക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അത് പക്ഷെ ആക്ഷൻ പറയുമ്പോ അത് മറ്റേ മാറും. അത് പെർഫോം ചെയ്യുമ്പോ അത് മാറും. ഇതിൽ പിന്നെ ഞങ്ങള് രതീഷ് ചേട്ടൻ ഉണ്ടല്ലോ അപ്പുറത്ത് സ്ട്രോങ്. അതെ, ഇത് ഇങ്ങനെ ഒരു സ്പിൻ ഓഫ് ആണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. ഞങ്ങളെക്കാളും നന്നായിട്ട് രതീഷ് ചേട്ടനും കൂടി അറിയാം. രതീഷ് ചേട്ടൻ ആ വർക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമക്ക് വേണ്ടിയിട്ട്. ഈ സിനിമ ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള രതീഷ് ചേട്ടൻ്റെ സിനിമയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ആൾക്കാർക്കും അത്രക്കും പണിയുണ്ടായിരുന്നു. 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ദിവസം അത്രക്കും ഹെക്റ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് അത്രയും ഷൂട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. അത് ഉത്തരവാദിത്തം രതീഷേട്ടന് നന്നായിട്ട് അറിയായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് ഇപ്പറയുണ്ടല്ലോ ഒരാളെടുക്കാനായിട്ട്. എനിക്ക് അവസാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ പിടിച്ചു നിൽക്കുന്നത്? തലയ്ക്കകത്ത് നിന്നാലാണല്ലോ അടുത്തൊരു ക്യാരക്ടർ വരുമ്പോൾ പറ്റുള്ളൂ. അതെങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ മേടിച്ചു വെക്കുന്ന പ്രൊഫൈലുകൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണോ, അതോ ആ സമയത്ത് വരുന്നവരെ നോക്കുന്നതാണോ? ഇപ്പോൾ കാസ്റ്റിംഗ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഞാനൊരു സിനിമയിലേക്ക് അതിൻ്റെ വർക്കിനായിട്ട് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാസ്റ്റിംഗ് ഒരിക്കൽ ഞാൻ വിചാരിച്ചിരുന്നു മൊത്തം ഒരു പൂളൊക്കെ ഉണ്ടാക്കി നമുക്ക് എല്ലാ സിനിമയിലേക്കും സഹായകരാവുന്ന രീതിയിലൊക്കെ ചെയ്യാന്നൊക്കെയുള്ളത്. പക്ഷെ എനിക്കത് അങ്ങനെ അതെനിക്കൊരു പ്രൊഫഷണൽ പരിപാടിയായിട്ട് പ്രൊഫഷനായിട്ട് അങ്ങനെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ഭയങ്കര വിഷമം ഉണ്ടാകും. കുറേ ആൾക്കാർ ഒഴിവാക്കേണ്ടി വരുന്നതിൻ്റെ വിഷമം ഉണ്ടാകും. അപ്പം ഞാനത് അങ്ങനെ കരിയറിൽ മൊത്തം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊത്തണ്ണൻ കാസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയാണ് പുള്ളിയുടെ ആ സെലക്ഷൻ പ്രോസസ്സ്. അത് കണ്ടിട്ട് നിന്നുകൊണ്ട് എനിക്കതിലേക്ക് അത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് അവസരങ്ങളും കിട്ടി. അതുകൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. ഒരു സിനിമയ്ക്ക് അപ്പോൾ ആ സ്പാനിൽ അയക്കുന്ന ആൾക്കാരെ മാത്രമാണ് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ പരിചയങ്ങളിൽ ഉള്ള രീതിയിൽ വേറെ തരം രീതിയിൽ സെർച്ച് ചെയ്യും. അതിപ്പോൾ നാട്ടിൽ കഴിയുന്ന എല്ലാ രീതിയിലും സെർച്ച് ചെയ്യും. അത് ലോക്കൽ ചാനലിൽ കൊടുക്കും, ക്ലബ്ബുകളിൽ നോട്ടീസ് കൊടുക്കും, പത്രത്തിൻ്റെ ഇടയിൽ നോട്ടീസ് കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഇതിൻ്റെ ഒരു സെർച്ച് നടക്കും. അടുത്ത പ്രാവശ്യം നോക്കട്ടെ. ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പരിപാടി ഇപ്പൊ താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ പരിപാടി 1000 കണ്ണുമായി എന്ന പാട്ടുകളിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് വന്നത്. പാട്ട് പാടാൻ പറഞ്ഞ പാടാൻ പറ്റുമോ? പിന്നെ എനിക്ക് അങ്ങനെ അല്ല, ഞങ്ങള് ഇത് പാടി ശീലിച്ചതുകൊണ്ടേ വേണമെങ്കിൽ പാടാന്നുള്ള പോലെ. പാടാം. 1000 കണ്ണുമായി പാട്ട് പാടാം. എക്സ്ക്ലൂസീവ്ലി ഞങ്ങളുടെ PR ഈ ഗാനം ആലപിക്കാൻ ഞങ്ങളുടെ കൂടെ ചേരുന്നത് ഞങ്ങളുടെ PR ഇല്ല
ഓക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നുണ്ടാവേ. ആ. ഓക്കെ റെഡി. എല്ലാവർക്കും പാടാം കേട്ടോ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഓക്കെ ഗൈസ്, ആതിര ചേച്ചി ഇന്നെങ്കിലും അത് അർത്ഥം. ഓക്കെ, അപ്പൊ 1000 കണ്ണുകളുമായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് പടം റിലീസ് ചെയ്യാനായിട്ട്. എന്തായാലും നല്ലൊരു വിജയമായിട്ട് എന്ന് ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരെ ഇനി നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.